അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇനി സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് ജബ്ബാർ പിടികൂടിയിട്ടുള്ളത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിൻ്റെ നാഥൻ്റെ തീരുമാനത്തിന് നീ ക്ഷമിക്കുക. അതായത് ഇവരുടെ കാര്യം ഞാൻ കയ്യാളിക്കൊള്ളാമെന്നാണ് അല്ലാഹ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഈ ദൗത്യവുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഈ തീരുമാനമാണ്. അതിൽ അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന മർദ്ദനങ്ങൾ, എതിർപ്പുകൾ, അതിൻ്റെ നേരെ നീ പ്രതികരിക്കേണ്ടതില്ല, ക്ഷമിക്കണം എന്നാണല്ലോ ഇവിടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഫലാതക്കും സാഹിബിൽ ഹൂത്തി ഇദ് നാദാ വഹുവ മഖ്ദൂം. ആ സാഹിബുൽ ഹൂത്ത്, മീൻ വിഴുങ്ങിയ ആളെപ്പോലെ, അതായത് യൂനുസിനെ പോലെ നീ ആവാൻ പാടില്ല. ഇത് നാദാ വഹുവ മഖ്ദൂം, അദ്ദേഹം പ്രയാസം സഹിച്ചുകൊണ്ട് തൻ്റെ നാഥനെ വിളിച്ച സമയം. ലൗലാൻ തദാറക്കഹു നിഅമത്തും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. തൻ്റെ നാഥൻ്റെ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ മരുപ്രദേശത്ത് അധിക്ഷേപാർഹനായിട്ട് തള്ളപ്പെടുമായിരുന്നു. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാഥൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ സാലിഹുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വഇൻ യകാദുല്ലദീന കഫറൂ ലിയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. എന്നാൽ നിഷേധികൾ അവർ നിന്നെ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, ഇവിടെ ജബ്ബാർ പറയുന്നത് അവരെ കണ്ണുകൊണ്ട് നിന്നെ വഴുതിപ്പിച്ച് കളയുന്ന. യഥാർത്ഥത്തിൽ അസ്ലഖ ബി ബസരിഹി എന്ന് പറഞ്ഞാൽ ഇടക്കണ്ണിട്ട് നോക്കുക. അതുകൊണ്ടല്ലോ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി ഇടക്കണ്ണിട്ട് നോക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്നാൽ അവർ നിന്നെ പരിഹസിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ജബ്ബാറിനെ സംബന്ധിച്ച് സാഹിത്യത്തിലുള്ള ഭാഷയിലുള്ള സാഹിത്യ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ ഇതൊന്നും മൂപ്പർക്കത്ര പ്രശ്നമല്ല. എന്താണോ വാക്ക് പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് അതേ നിലക്ക് ഉദ്ധരിക്കാനുള്ളതാണ് മൂപ്പരുടെ രീതി. കാരണം അങ്ങനെ ഒരു സാഹിത്യാഭിരുചിയോ അല്ലെങ്കിൽ ഭാഷാ പ്രാഗൽഭ്യമോ ഒന്നും ഇല്ലാത്ത ആളുകളാണല്ലോ ഇവരൊക്കെ. എന്നിട്ടാണ് അവർ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അവർ തന്നെ ഇടക്കണ്ടിട്ട് നോക്കുന്നത് ലമ്മാ സമയ ദിക്റ, ഈ ദിക്ർ, ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവർ നിന്നെ ഇടക്കണ്ടിട്ട് ഇങ്ങനെ പരിഹാസപൂർവ്വം നോക്കുകയാണ്. വയഖൂലൂന, എന്നിട്ട് അവർ പറയും ഇന്നഹു ലമജ്നൂൻ, അവനൊരു ഭ്രാന്തനാണ്. എന്നിട്ട് അള്ളാഹു ഈ ഖുർആനിൻ്റെ യഥാർത്ഥ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞത് വമാഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ, ഇത് ലോകത്തിനുള്ള ഉത്ബോധനം മാത്രമാണെന്നാണ്. ഇതിനാണ് ജബ്ബാർ ഇനി കളിയാക്കുന്നത്. അതായത് നേരത്തെ ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ മാൻത ബി നിഅമത്തി റബ്ബിക ബി മജ്നൂൻ, നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അതായത് ഇവരുടെ ഈ വാദഗതി, അവനൊരു ഭ്രാന്തനാണെന്നുള്ള അവരുടെ ആ ജൽപ്പനം അതവങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജബ്ബാറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ഭ്രാന്ത് പറയായിരുന്നു എന്ന് അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു, അതൊരു ഭ്രാന്തായിരുന്നു. എന്നിട്ട് ഭ്രാന്ത് എല്ലാം അതിനെ മറച്ചു വെക്കാൻ വേണ്ടി മൂപ്പര് സ്വന്തം തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ്, ആരോഗ്യ സർട്ടിഫിക്കറ്റ് നൽകുകയും എന്നിട്ടൊരു ഉത്ബോധനമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറയുന്നതാണ്. ഇതിൽ അള്ളാഹുവിന് കയ്യില്ല, കാരണം അല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുക്ക് ഇതിന് കയ്യുണ്ടാവില്ല. അപ്പോൾ നബിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വരുത്താണ് ജബ്ബാറിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് ജബ്ബാറിന് ഭാഷ, അറബി ഭാഷ അറിയില്ലാനുള്ള ഒരു സംഗതി. പിന്നെ ഖുർആനെ നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതേ അവസരം അറബി ഭാഷ അറിയുന്ന സുമനസ്സുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ഭാഷ എത്രമാത്രം സുന്ദരമാണ്, അതിലെ ആശയങ്ങൾ എത്രമാത്രം ഗംഭീരമാണ് എന്നുള്ളതൊക്കെ ലോകത്ത് സർവ്വരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജബ്ബാറിനെ പോലുള്ള കുറച്ച് ഏകാങ്കുലികളായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ലോകത്തുള്ള മിക്കവാറും മനുഷ്യർ, ഏത് മതത്തിൽപ്പെട്ട ആളുകളും, അവർ മുസ്ലിങ്ങളാവണമെന്നില്ല,
ഇത് ചിലപ്പോൾ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഖുർആനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സ് നല്ല മനസ്സും അതുപോലെ തന്നെ ഭാഷയോടുള്ള ആഭിമുഖ്യവും ഭാഷാപ്രയോഗങ്ങളിലുള്ള വൈവിധ്യവും സാഹിത്യാഭിരുചിയും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം മാറ്റി നിർത്തിയാലും ഖുർആനിൻ്റെ ഭാഷാപരമായ വശ്യത മാത്രം മതി. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കൃതിയല്ലാന്നും ഇത് ദൈവികമാണ് എന്നും തെളിയിക്കാൻ. അതിനു പുറമെയാണ് ഈ ഖുർആനിൽ ഉള്ള ഉപദേശങ്ങൾ, അതുപോലെ തന്നെ പൂർവ്വകാല സംഭവ വിവരണങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ അധാർമികതയെ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള താക്കീതുകൾ, അവന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥത്തെയാണ് ഇവിടെ ജബ്ബാറിനെ പോലെ ആളുകളും നിസ്സാരവൽക്കരിച്ച് കൊച്ചായി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അവർക്ക് അവരുടെ അധര വ്യായാമം നടത്താമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറൊന്നും അവർക്ക് ഈ ദുനിയാവിൽ നേടാൻ പോകുന്നില്ല. പരലോകത്താവട്ടെ കടുത്ത ശിക്ഷയായിരിക്കും ഇവരെ കാത്തിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിലൂടെ അവരെയും അതുവഴി അവരെ കേൾക്കുന്നവരെയും അവർക്ക് ഒത്താശ നൽകുന്നവരെയും താക്കീത് ചെയ്യുന്നത്. അതോടൊപ്പം ഖുർആനിനെ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളുകളോട് അതിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് പകർന്നു കൊടുക്കുകയാണ്, അതിനുള്ള സ്ഥൈര്യം നൽകുകയാണ് ഇവിടെ ഈ സൂറത്തിലൂടെ ചെയ്യുന്നത്. അതിനെയാണ് ജബ്ബാർ ഇവിടെ കൊച്ചായി കാണിക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ ജബ്ബാർ പരാജയപ്പെടുകയുള്ളൂ. ജബ്ബാർ മാത്രമല്ല, ജബ്ബാറിനെ പോലുള്ള ആളുകളൊക്കെ പരാജയപ്പെടുകയുള്ളൂ എന്നതാണ് വസ്തുത. ജബ്ബാർ ഒരിക്കലും ആ രംഗത്ത് വിജയിക്കാൻ പോകുന്നില്ല. ജബ്ബാറിന് ഭാഷ അറിയില്ല എന്നുള്ളത് ജബ്ബാർ തന്നെ തൻ്റെ ഒരു ന്യൂനതയായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂനതയോടൊപ്പമാണ് ജബ്ബാർ തനിക്ക് അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരു രംഗത്തേക്ക് കടന്നു കയറിയിട്ട് ആ കാര്യം കൈയാളുന്നത് എന്നുള്ളത് ജബ്ബാറിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ അഭിശംസിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ തീർത്തും കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരു പാതകമാണ് എന്നതുകൂടി ഇത്തരണത്തിൽ ഓർമ്മിക്കുന്നത് ജബ്ബാറിനും നല്ലതാണ് എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.